Hi dear, hi dear parents. ഇന്നത്തെ ലൈവ് എല്ലാരെയും ഞാൻ വെൽക്കം ആക്കി. ഇന്നലെ നിങ്ങൾ IQ ലെവലിലെ വിഷയത്തിൽ നിങ്ങൾ ഡീപ്പായിട്ട് തെല്ല് പഠിച്ച അല്ലേ? തെല്ല് മിനിറ്റല്ല, അതിൽ 10 തെല്ല് കൂടിയിട്ടല്ല ഇക്കുവതില്. ഓക്കെ, അത് തെല്ല് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം ആയതുകൊണ്ട് എല്ലാം ഇമ്പോർട്ടൻ്റ് ഒന്ന് കൂടി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടിട്ട് ഞങ്ങൾ അതിൽ യാറത്തെല്ലാം ഡിസ്കഷൻ ആക്കിയ. ഓക്കെ, അപ്പൊ അതിൽ ലാസ്റ്റ് നാണ് ചൊന്നിട്ടിന്ന്, അതായത് 90-80 ഇടയിൽ ഉള്ള മക്കളെ സ്ലോ ലേണേഴ്സ് അത് ഇതെല്ലാം ചൊല്ലി. ഓക്കെ, പിന്നെ അതരാണ്ട് ഒരു 60-80 ഇടയിൽ ഉള്ള മക്കളെ ബോർഡർ ലൈൻ എല്ലാം ചൊല്ലാം. ബോർഡർ ലൈൻ അപ്പുറത്തെ ബുദ്ധിയും ഇന്നതുമല്ല, ബുദ്ധി ഇല്ലാത്തതല്ല, അതിന്റെ ഇടയിൽ ഇങ്ങനെ ആ ഒരു ടൈപ്പിൽ നിൽക്കുന്ന ഒരു ടീംസ് ബോർഡർ ലൈൻ എല്ലാം ചൊല്ലത്. ഓക്കെ, ടോട്ടലി എൽവോരെ കാണിട്ട് കീഴുന്നെങ്കിൽ കാണിട്ട് കീഴ് IQ ലെവൽ ഇന്നെങ്കിൽ അങ്ങനെ ഞങ്ങൾ എന്തിരണ്ട് ചൊല്ലേ ಮೆಂಟಲ್ ರಿಟಾರ್ಡೇಷನ್ ചൊല്ലേ. മന്ദബുദ്ധി അത് ഇത് എല്ലാം ചൊല്ലല്ലേ. അപ്പൊ ഈ മെന്റൽ റിട്ടാർഡേഷന് ഒരു 4 ടൈപ്സ് ആയിട്ടുണ്ട്. 4 ടൈപ്സ് ആയിട്ടേ ഉണ്ട്. ഒന്ന്, ഒരു 50 പിടിച്ചിട്ട് 70 മക്കൾക്ക് മൈൽഡ് MR ഉണ്ടല്ല ചൊല്ല, മൈൽഡ് MR ഉണ്ട് ചൊല്ല. അങ്ങനെ അവസ്ഥ ചൊന്നെങ്കിൽ അങ്ക് ഡെയിലി ആയിട്ട് അങ്ങനെ ആക്കിற ഓരോ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടല്ലേ. കുളിക്കുന്നതാവട്ടെ, ടോയ്ലറ്റ് പോണ്ടതാവട്ടെ, ബ്രഷിങ് ആവട്ടെ, ക്ലോത്ത് ഇടുന്നതാവട്ടെ, അല്ലെങ്കിൽ ചോറുന്നതാവട്ടെ, അത് ഏതുമാവട്ടെ അങ്ങനെയുള്ള സ്വന്ത ആക്കുകയുള്ളത് അങ്ക് ബേനായതുപോലെ എന്തിനാക്കുകയില്ല, അങ്ക് അതിനെ പെർഫോമൻസ് ആക്കുകയില്ല. ചെറിയത് എന്തെങ്കിലും ഈ മൈൽഡ് MR എന്താക്കറ്, ചെറിയതല്ല തെല്ല ആക്കറാറ്. റൈറ്റ്. അപ്പൊ ഇതില് ആ ഒരു ലെവൽ എന്ന് ചെന്ന് എത്ര 50 to 70 ഇടയിലുള്ള മക്കൾക്ക് എന്തിനാ ചൊല്ല മൈൽഡ് MR ഉണ്ടല്ല ചൊല്ല. റൈറ്റ്. ഇനിയിപ്പോ 35 to 40 ഇടയിൽ എന്തെങ്കിലും കണക്ക് ഈ MR ഇതിൽ വന്നെങ്കിൽ മോഡറേറ്റ് MR ഉണ്ട് ചൊല്ല. മോഡറേറ്റ് MR ചൊന്നെങ്കിൽ അങ്ക് ഫസ്റ്റത്തെ ആളുടെ തരല്ല, മൈൽഡ് ആളുടെ തരല്ല, ಅದರಂತೆ ಯಾರತ್ತೆ ಸ್ವಂತ ಆಕ್ಟಿವಿಟೀಸೇ ಅಂಕ ಹಾಕೋಗಾವಿಲ್ಲ. ಸ್ವಂತ ಆಕ್ಟಿವಿಟೀಸೇ ಅಂಕ ಅದು ಇದೆಲ್ಲ ಹಾಕೋಗಾവാത്ത ഒരവസ്ഥ. അതിലെല്ലാം ചൊന്നെങ്കിൽ ഇപ്പോ മൈൽഡിലും വിൽക്കാറ്, പിന്നെ മോഡറേറ്ററിലും വിൽക്കാറ്. ചിലപ്പോ തലയെല്ലാം തെല്ല് വലിയ ഡൗൺ സിൻഡ്രോം അത് ഇത് ഉണ്ടല്ലോ ചൊല്ല്. അങ്ങനെ കാണുകയെല്ലാം ചൊന്നെങ്കിൽ ഒരു ചൈനത്തങ്ങല പോലെ ഇങ്ങനെ ചൈനത്തങ്ങല പോലെ ചൊന്നെങ്കിൽ ആയുധലെല്ലാം ആവാ നമുക്ക് കൊന്തവരല്ല ചൊല്ലുമ്പോഴത്തേക്ക് ഒരേ പോലെ എല്ലാവരും ഇങ്ങനെ കണ്ണെല്ലാം ആ ഒരു ടൈപ്പിലായിട്ട് ഒരേ പോലെ ഇക്കറ്. അങ്ങനെ മുടിയായെങ്കിലും അങ്ങനെ ഇങ്ങനെ കൊത്തായിട്ട് ആ ഒരു ടൈപ്പില് നിക്കറ്. അങ്ങനെ തല ചിലപ്പോ ഒന്ന് ചെറിയ ഇക്കറ് ഇങ്ങനെ, അതല്ലെങ്കിൽ വലിയ തലര പോലെ ആ ഒരു ടൈപ്പിലെല്ലാം ഇക്കറ്. അതെല്ലാം ഇപ്പൊ ഞാനിപ്പോ ചൊല്ലുമ്പോ നിങ്ങളെ തലയിലെ ഓരോരുത്ത വന്നോട്ടിക്കുവാ. നിങ്ങളെ ഫാമിലിയിലാ അല്ലെങ്കിൽ നിങ്ങൾ കുറെ സ്പെഷ്യൽ സ്കൂൾ അത് ഇതെല്ലാം വിസിറ്റ് ആക്കുമ്പോൾ അത് ഇതെല്ലാം അവിടെ ഇങ്ങനത്തെ അത് ഇതെല്ലാം ഞങ്ങൾ കണ്ടിട്ടല്ലേക്കോ മക്കളെല്ലാം. അപ്പൊ അങ്ങനെതെല്ലാം ചൊല്ലിട്ട് മെന്റൽ റിട്ടാർഡേഷൻ ആയിട്ടുള്ളത്. അതിലും കുറെ സ്റ്റെപ്പ് കൊണ്ടുണ്ടായിട്ടിക്കറെന്ന് വെച്ചൊന്ന് എന്തൊരു ഒന്ന് മൈൽഡ് MR ഇക്കറ്, രണ്ടാമത്തത് മോഡറേറ്റ് MR ഇക്കറ്, മൂന്നാമത്തത് സീവിയർ MR ഇക്കറാറ്. അങ്ങനെ ചൊന്നെങ്കിൽ യാറ അങ്ങനെ സ്വന്തം കാര്യമല്ല അതുകൊണ്ട് ചെറിയത് പോലും നമുക്ക് ആക്കുകയില്ല. എന്താക്കണ്ടേ പണ്ട് എല്ലാ പാരന്റ്സ് ആക്കിട്ട് കൊടുക്കുന്ന അവസ്ഥമേ പണ്ട്. അപ്പൊ അങ്ങനെ ചിലപ്പോ എല്ലാം ബൊബിട്ടോണ്ടും പിടിച്ചോണ്ടും അത് ഇതെല്ലാം ഇക്കറാറ്. ചിലത് ബിലോ 20 IQ ലെവലിൽ നിന്ന് ഇക്കറാറ്. അത് ചൊന്നെങ്കിൽ എന്തൊരു കൊണ്ടുണ്ട പ്രൊഫോണ്ട് ഉണ്ടല്ല ചൊല്ലതൊരു ലെവൽ അങ്ക് ചെന്നെങ്കിൽ ചിലപ്പോ കിടന്നവിടേക്ക് ചെറിയതിൽ പിന്നെ അങ്ങനെ ബോഡി അത് ഇത് എല്ലാം സാധാ മക്കളെ അത് ഇതിനെ പോലെ ഒന്നും ഇക്കല്ല, എല്ലാം ഡിഫറെന്റ് ആയിട്ട് കണ്ണറുത് പിന്നെ തലയും അത് ബോഡി അത് ഇതല്ല അവിടെ ഇന്ന പോലെ ചിലപ്പോ ബൊബ്ബെ അത് ഇത് മാത്രം ഇക്കുവാറ്. അല്ലെങ്കിലും
മറിച്ചങ്ങളെ പോലെ അതേ ടൈപ്പിൽ വർക്ക് അത് ഇതല്ല പ്രയാത്ത് ഉണ്ടുകൊണ്ട് അത്രമേ ഉള്ളേ ആ ഒരു ഇതല്ല റൈറ്റ്. ഞാനിപ്പോ ഈ ഒരു വിഷയ ഡിസ്കഷൻ ആക്കുമ്പോഴത്തേക്കു കുറെ അനുഭവിക്കുന്ന കുറെ പേരൻസ് അല്ലേ ഓ മൈ ഗാഡ് അങ്ങനെ പെയിന് അങ്ങനെ ബേജാറ് അങ്കും അങ്ങനെ റബ്ബുകളാണ്ട് മൂന്നാമത്തെ ആളുകളും തെറ്റാണ്. കാരണം ഇങ്ങനത്തെ പേരൻസ് യാര ബേജാറാവരെ ചെന്നെങ്കിൽ നന്റെ കാലത്തിൽ ഞാൻ നോക്കുവേ എല്ലാം ആക്കുവേ എല്ലാം ആവേ നാണ് മരിച്ച പിന്നെ നന്റെ പങ്കാറുകാറ് ചെന്നെങ്കിൽ യാരത്തെ പിരിസവും യാരത്തെ അറ്റാച്ച്മെന്റും ഈ ഉമ്മക്ക് ആക്കിയിട്ട് അവരൊട്ടിಗೆ ഇരിക്കും. അപ്പോ അവർ ഇതെല്ലാം ഇക്കുമ്പത്തേക്കു എല്ലാം കാരണം ഒരു മഞ്ഞളത്ത് പോകുന്നില്ല, ഒരു ഫംഗ്ഷന് പോകുന്നില്ല, ഒരു പോണ്ടത് പോലെ ഉള്ള ഒരു എൻജോയ്മെന്റ് അത് ഇതിയല്ല ഇങ്ങനത്തെ പാരന്റ്സ് ഒന്നുമില്ല. അതായിട്ട് ഞങ്ങളെ പെയിന് ഞങ്ങളെ റബ്ബും അങ്കല്ലാണ്ട് വേറെ മൂന്നാമത്തെ ആളുക്ക് അതൊരു അർത്ഥാവല്ല. അത് എങ്ങനെ പോയെങ്കിലും അത് അർത്ഥാവല്ല. ഞങ്ങൾ അത്രയും ബേജാറ് ആ ഒരു പാരന്റ്സ് കഥിക്കും. അതായിട്ട് എപ്പം നാണ് ഇങ്ങനത്തെ നന്റെ കൺസൾട്ടിങ് പണ്ടേ ചമ്മ പേഷ്യന്റ് ആ ഒരു ഇതിലെല്ലാരും ആ യാരത്തെ ഉമ്മമാര് വന്നിട്ട് ബുൾപ്പിട്ടും അങ്ങനെ നാണിക്കിற ടൈം ഞാൻ എല്ലാം നോക്ക നന്റെ പിന്നെ ആറ് ചെന്നിട്ട് ആ ഒരു ടൈപ്പിലുള്ള ബേജാറിലായിട്ട് യാരത്തെ റൈറ്റ്. അപ്പൊ അങ്ങനത്തെ പേരൻസ് അനുഭവിക്കുന്ന ഏതെങ്കിലും പേരൻസ് ഉണ്ടെങ്കിൽ ഞാൻ ചൊല്ലത് അങ്ങ് ഒന്നേ റൈറ്റ് ഞങ്ങളെ നിയന്ത്രിக்கிறവനോ ഞങ്ങളെ റബ്ബായിട്ട് ഒക്കെ അല്ലേ. അപ്പോ ഞങ്ങളെ പഠിച്ചറിയും ഞങ്ങളെ നിയന്ത്രിக்கிறവനും അവനാകുമ്പത്തേക്കും ഞങ്ങളെ ബംഗാറി കിടാവരെയും പഠിച്ചവനും ആ റബ്ബായിട്ടിരിക്കും. അതുക്കുള്ള പകരക്കാര് ഞങ്ങ ആ വിഷയത്തില് ടെൻഷൻ ആവണോട്ടില്ല. മുഅ്മിനായ ആളുക്ക് അതിലൊരു ടെൻഷനേ ഇല്ല. എന്ത് അത് ഞങ്ങള് പിന്നൊരാളുടെ അല്ലാഹു ആ ഒരു ടൈം ആകുമ്പത്തേക്ക് ഏൽപ്പാട് റൈറ്റ്. അത് കേട്ടിക്കിற ഞങ്ങളെ ദുആയില് എപ്പം ഞങ്ങ ദൂർക്കനായ ഒരു വിഷയമായിട്ടിക്കിற എന്തരേ തന്റെ മക്ക നീ തറകുദ്ദേശിച്ചെന്തെങ്കിൽ ഒരു ഐബില്ലാണ്ട് ഒരു കൊറത്തെ ഇല്ലാണ്ട് കുന്തു കൊറത്തെ എന്തും ഇല്ലാണ്ട് നല്ല ഒരു കിടാവനെ നീ തരണു ചൊല്ലെ ആ ഒരു പ്രാർത്ഥന ആ ഒരു ദുആ ನನಗೆ എപ്പം ഇക്കോന്നുണ്ട്. ನಾನು ഏതും പാരന്റിങ് ക്ലാസ്സിൽ അത് ഇതിൽ എല്ലാത്തിലും ഞാൻ ഇങ്ങനെ ചൊന്നോണ്ടിരിക്കുന്നത് അത് നമുക്കുമുള്ളതേ ആ ഒരു തറകു നീನು ഉദ്ദേശിച്ച മക്കളെ നല്ല ഒരു ഐബില്ലാണ്ട് ഒരു കൊറത്തെ ഇല്ലാണ്ട് നല്ല സന്തോഷകരമായിട്ടുള്ള ಒಂದರ മക്കളെ നമുക്ക് തരണോ ചൊല്ലത് റൈറ്റ്. അപ്പൊ ഈ ഇങ്ങനത്തെ മക്കളെ സൊല്യൂഷൻ ചൊന്നെങ്കിൽ ഒന്നേ ഇങ്ങനത്തെ മക്കളെ ഞങ്ങൾ സ്പെഷ്യൽ സ്കൂളുകൾ പോയിട്ടിട എങ്ങനെ മൈൽഡ് എമ്മാറാ മോഡറേറ്റ് എമ്മാറാ ഇനിയിപ്പോ ബോർഡർ ലൈൻ അത് ഇതിലെ ഉള്ള മക്കളെല്ലാം ഞങ്ങൾ സ്പെഷ്യൽ സ്കൂളുകൾ അത് ഇതെല്ലാം ഇടാൻ ടിക്കർ ബെസ്റ്റ്. അങ്ങനെ ഞങ്ങൾ സാധാ നോർമൽ ആയിട്ടുള്ള ഗവൺമെന്റ് സ്കൂൾ അത് ഇതിലെല്ലാം ഒരു ഇടതായിട്ട് ബെസ്റ്റ്. അങ്ങ് ചെന്നെങ്കിൽ കാണുക അത് ഇതെല്ലാം കറക്റ്റ് ഇക്കറാറ് അത് ഇത് എല്ലാം ഇക്കറാറ്. ബട്ട് അങ്ങനതില് വേണ്ട പോലെയുള്ള ആക്ടിവിറ്റി അത് ഇതെല്ലാം സ്വന്തമായിട്ട് ಹಾಕುವುದು വലിയ ഇതിലാവಲ್ಲ. ಅದಲ್ಲ ഇങ്ങനത്തതില് തെൽക്കെಲ್ಲ മക്കളൊಟ್ಟಿಗೆ ಬೆರಂಗೊಮ್ಮ ಅದು ಇದೆಲ್ಲ ಮತ್ತು ಎಲ್ಲ ಅಂದ್ರೆ അവർ ഉഷാറായോണ്ട് ഭണ്ടാറങ്ങ ഓക്കെ. പിന്നെ വലിയ തല അങ്ങ് സ്വന്തമായിട്ട് ആ ഒരു ടൈപ്പിലുള്ള ആക്ടിവിറ്റി അത് ഇതല്ല അങ്ങനത്തെല്ലാം ചെന്നെങ്കിൽ അങ്ങ് സ്പെഷ്യൽ സ്കൂളിലായിട്ട് സ്പെഷ്യൽ സ്കൂളിലവിടെ പഠിപ്പാട്ട് ഏത് ABCD അക്ഷരം അത ഇതാ അതൊന്നും അല്ല. അപ്പൊ ഈ MR ആയിട്ടുള്ള മക്കുള്ള റെമഡിയെ എന്തരെ അങ്ങ് അങ്ങനെ ഡെയിലി റുട്ടീനായിട്ടുള്ള വിഷയത്തിൽ അങ്ങ് ട്രെയിനിങ് കൊടുക്കറേ. എങ്ങനെ ചോർണറ്, എങ്ങനെ ടോയ്ലറ്റ് തെക്കറ്, എങ്ങനെ ടോയ്ലറ്റിലെ കൽകറ്, അങ്ങനത്തത് നിരന്തരമായിട്ട് അത് ഓർക്ക ജണ്ടവട്ട കാട്ടിട്ട് സാധാ മക്കളെ പോലെ എന്തോ അല്ലെ അത് നിരന്തരമായിട്ട് അവിടെ സ്പെഷ്യൽ സ്കൂളിലുള്ള ട്രെയിനിങ് കൊടുക്കുകയും അത് അങ്ങനത്തേതായിട്ട് അതായിട്ടിക്ക് ಅದರ ಸೊಲ್ಯೂಷನ್ ಅದು ಇದೆಯಲ್ಲ. ಏನು ಔತಾಯಂಗಳು ಅಂಗನಮೇ ಅದು ನಂಗೆ ಬೇರೆ ಮಕ್ಕಳ ಪೋಲೆ ಈ ಮುತ್ತು ಮಕ್ಕಳ ನಂಗೆ ಟ್ರೀಟ್ ಹಾಕವು ತೀರ ಹಿಂಗಲೆ ನಂಗೆ ಅರ್ಥ ಆಕಿಟ್ಟು ಆ ഒരു ടൈപ്പിൽ അങ്ങനെ ട്രീറ്റ് ആക്കണം. അപ്പൊ ഇത് തന്നറ റബ്ബ് നമുക്ക് അത് എന്തോ നമുക്ക് ഊടകെ ഹാപ്പിനെസ് എന്നല്ലെങ്കിൽ നക്ക് നാല് ആഹാരത്തിലായെങ്കിലും എന്നൊക്കെ ഒരു ഹാപ്പിനെസ് ഇതിലൂടെ മുഖാന്തരം ഈ കിടാവ് മുഖാന്തരം കിട്ടു ചെന്നിട്ട് ആ ഒരു ടൈപ്പിലുള്ള മെന്റൽ
ഞങ്ങളെ കണക്ഷൻ ആക്കിയിട്ട് അമുത്ത് മക്കളെ ഉള്ള ടൈമത്തോളം ഞങ്ങൾ അതിരെ ചന്തത്തിലും അതിരെ ട്രീറ്റ് ആക്കിയിട്ട് ആ ഒരു ടൈപ്പിൽ പോയിട്ട് ടെൻഷൻ ആവാണ്ട് ഞങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് ആക്കിയിട്ട് പോയെങ്കിൽ അതല്ലേ നല്ല എസ് അറിഞ്ഞോ. അപ്പോ ഈ ഒരു വിഷയവും ഞങ്ങൾ അർത്ഥാക്കരുത് നല്ലേ. അപ്പൊ ഇനി നെക്സ്റ്റ് നാളത്തെ ലൈവിലും വേറെ വിഷയമായിട്ട് നമുക്ക് ഡിസ്കഷൻ ആക്കാം. ഈ ഒരു വിഷയം നിങ്ങൾക്ക് അർത്ഥായിട്ടിക്കൊണ്ട് ഞാൻ കരുതരേ.